നമസ്കാരം. വീണ്ടും മണിപ്പേച്ച് മലയാളം യൂട്യൂബ് ചാനലുകൾ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്ന് ഞായറാഴ്ച. ഇന്ന് ഉഷ്ണ ചോദ്യങ്ങൾ ചോദിക്കും. ഞാൻ അതിന് ഉത്തരം പറയാം. നമസ്കാരം സർ, എല്ലാവർക്കും നമസ്കാരം. ജപ്പാനിൽ വന്ന് ബാങ്ക് ഓഫ് ജപ്പാൻ ഇൻട്രസ്റ്റ് റേറ്റിന് 1% കയറ്റിയിരിക്കുന്നു. പെർസെന്റ് അല്ലേ 25 ആ കയറ്റി ഇപ്പോൾ 1% ആയിരിക്കുന്നു. ഒരാൾ ഇപ്പോൾ 1% ഇരിക്കുന്നു. 1995 ശേഷം 31 വർഷം കഴിഞ്ഞാണ് ഒരു കാണാത്ത അത്രയും ഇൻട്രസ്റ്റ് റേറ്റ് കയറ്റിയിരിക്കുന്നത്. ഏത് വർഷത്തിൽ ജനിച്ചു? 89. എനിക്ക് 6 വയസ്സിരിക്കുമ്പോഴാണ് സാധനം ജപ്പാനിൽ 1% ഇൻട്രസ്റ്റ് റേറ്റ് ആക്കിയത്. വർഷത്തിന് 1%. വർഷത്തിന് 1% അല്ല, വർഷത്തിന് 1%. അടുത്ത വർഷത്തിന് 12% കെട്ടിക്കൊണ്ടിരിക്കുന്നു. സോ വർഷത്തിന് 1% എന്ന് പറയുമ്പോൾ വളരെ ഷോക്കിംഗ് ആയിട്ടുണ്ട്. വർഷത്തിന് 1% 31 വർഷം കഴിഞ്ഞാണ്. അതും ഇത്രയും ദിവസം 0 ആണ്. 0 to 1 9 കൊല്ലം കഴിഞ്ഞാണ്. ഓക്കെ സർ, അപ്പോൾ ഇതുപോലത്തെ ഒരു ഓപ്ഷൻ കിട്ടുമ്പോൾ 1% കടം വാങ്ങി 10% 12% ബോണ്ട് ഇടാനല്ലേ? അതാണ് ജപ്പാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോകം ഫുള്ള് ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരണം അവരെ സ്ഥലത്തിൽ ബുള്ളറ്റ് ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുന്നു. ബുള്ളറ്റ് ട്രെയിനൊക്കെ വട്ടിക്ക് വിടുവല്ലോ. എന്നാ സർ അവർക്ക് 1% കൊടുക്കാൻ പറ്റുന്നു? വ്യക്തിക്ക് വളരെ നന്നായിട്ടാണ് സാർ ഇരിക്കുന്നു. മോശമായ എക്കോണമി ഒരു ഡിഫ്ലേഷണറി സ്പൈറൽ പോകുന്നു. ജനങ്ങൾ ഇപ്പോൾ വാങ്ങേണ്ട ഇപ്പോൾ സാധനത്തിന് നാളെ വാങ്ങിയ ഇനിയും ചീപ്പായിരിക്കും എന്ന് പറഞ്ഞ് പോസ്റ്റ്പോൺ ചെയ്തുകൊണ്ടേയിരുന്നു. കോവിഡിൻ്റെ ശേഷം തന്നെ വളരെ കഷ്ടപ്പെട്ട ഈ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു ഒന്ന് തലയെ തൂക്കി രക്ഷിച്ചിരിക്കുന്നു. 1989 അവർക്ക് അതിപാതാളത്തിൽ ചെന്നത്. അടുത്ത് 22 മുകളിൽ വന്നു. 22 23 അവസാനം 24 ഡിഗ്രിയിൽ എന്ന് തന്നെ വന്നു. എന്നാൽ ആ ബോർഡർ ലെവലിന് അത് ക്രോസ് ആക്കി. ഓക്കെ സാർ, ഇപ്പൊ എനിക്ക് സിംപിളാ മനസ്സിലാകുന്നത് പോലെ ഒരു കാര്യം പറയും സാർ. ഞാൻ കാർ ലോൺ എടുത്ത 10% 12% കെട്ടണം സാർ. അവിടെ കാറ് വാങ്ങിയാലേ 6 വാങ്ങൂല, പിന്നെ എന്ത് ചെയ്യും? ഇത് കാറ് ഞങ്ങൾ തന്നെ ബുള്ളറ്റ് ട്രെയിനിൽ പോകുന്നല്ലോ. ടോക്കിയോയിൽ വേറെ 18 ട്രെയിൻ ഇരിക്കുന്നു. എന്ന് വേണമെങ്കിൽ ജപ്പാനിൽ എവിടെ വേണമെങ്കിൽ പോകും. 300 കിലോമീറ്റേഴ്സിൽ. ഇത് 1 അവറിന്. ബാംഗ്ലൂരിൽ 1 അവർ പോകാൻ നിനക്ക് എന്തിന് കാറ്? ദി അതർ സൈഡ് അവരാണ് ലോകത്തിലെ കാറിനെ പ്രൊഡ്യൂസ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുന്നത്. അത് നാളെ വാങ്ങിയ ചീപ്പറ കിട്ടും. നീ കടൻ വാങ്ങി നാളെ കാർ 10% ചീപ്പറായ ദി ഓർത്തഡോക്സ് ആശയെ ചെലവ് ചെയ്യാതെ ആശനെ കൊണ്ടുപോയി അവർ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഫൈനൽ എല്ലാം ക്യാഷാണ്. ഫൈനൽ ആരും ക്രെഡിറ്റ് കാർഡ് ഉപയോഗത്തില്ല. എല്ലാം നീ ചാർജ് ചെയ്യും. ക്രെഡിറ്റ് കാർഡ് ഇല്ലാത്ത സ്ഥലം ജപ്പാനാണ്. എല്ലാം ക്യാഷാണ്. ഞാൻ എണ്ണി നോക്കിയിട്ടുണ്ട്. ഞാൻ പോയിട്ടുണ്ട് അവിടെ. ഇത് വന്ന് വളരെ ഒരു നല്ല കാര്യമാണ് ഇങ്ങനെ ഒരു സ്ഥലം ലോകത്തിൽ ഇരിക്കുന്നു എന്ന് പറയുന്നത്. അതെ, ഒന്നും സ്പെൻഡ് ചെയ്തില്ല. വീടുകളിലൊന്നും ഏറിയില്ല. നോക്കുമ്പോൾ എനിക്ക് വളരെ ഷോക്കിംഗ് ആണ് സർ. വീട്ടിലെ ക്യാഷിനെ വാങ്ങി വിൽക്കും. അതായത് വീട് നീ വെച്ചോണ്ട് മരിച്ചു പോയെങ്കിൽ മോൻ്റെ പേരിൽ ട്രാൻസ്ഫർ ആയെങ്കിൽ അവർ 30% ടാക്സ് കിട്ടണം. അപ്പോൾ അവരെന്ത് ചെയ്യും? വിറ്റോണ്ട് ക്യാഷിനെ വാങ്ങിയോണ്ട് മോനെ ഈ ക്യാഷിനെ കൊടുക്കും. ഓക്കെ ഫൈൻ. അടുത്തത് വന്നിട്ട് ടാറ്റ മോട്ടാർസ്. അവരുടെ ടാർഗറ്റ് വന്നിട്ട് 20% മാർക്കറ്റ് ഷെയർ എന്ന് പറയുന്നു. ബൈ ഫിനാൻഷ്യൽ ഇയർ 30 ആണ്. 4 വർഷത്തിൽ 30 അല്ല 31 ആണ്. 20% ഓഫ് മാർക്കറ്റ് ഷെയർ എന്ന് പറയുന്നത് ഇപ്പം 19 ഇരിക്കുന്നു. ഡബിളല്ലേ ചെയ്യണം. എന്നാൽ ഒരു ക്രെഡിബിൾ ആയിട്ടുള്ള ഇലക്ട്രിക് കാർ വച്ചിരിക്കുന്നു. അത് ജനങ്ങൾ വാങ്ങാൻ പറ്റിയ ആ റേഞ്ചിലാണ്. 10 ലക്ഷം രൂപയ്ക്ക് അവർ തന്നെ എക്സ്പാൻഡ് ആവും. ഇങ്ങനെ ഇനിയും ഇരിക്കുന്നു. ഒരു നിക്ഷയം 125 ലക്ഷം. സോ അവിടെ പെട്രോൾ വില ഇറങ്ങിയാലും നിന്റെ പെട്രോൾ വില ഇറങ്ങത്തില്ല ഇവിടെ. കാർ സെയിൽസ് ഇൻക്രീസ് ആവും. ഇവരെ കൊണ്ട് കാർ ചെയ്യാൻ പറ്റുമോ എന്ന ഒരു സംശയത്തോട് നോക്കിയ കാലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ത്യക്ക് ശേഷം ഇവർക്ക് കാർ ചെയ്യാൻ അറിയത്തില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാനും പറഞ്ഞിട്ടുണ്ട്. ഒരു വർഷത്തിന് 1 ലക്ഷം കാർ വിറ്റുകൊണ്ടിരുന്ന ആള് മാസം 65 70,000 കാർ വിൽക്കുന്നു. 1 ലക്ഷം കാർ വിൽക്കാൻ പറ്റും എന്ന് അവർ വിചാരിക്കുന്നു. അത്രയും തന്നെ ഡിഫറൻസ്. ഓക്കെ സർ ഫൈൻ. പിന്നെ വന്ന് റിലയൻസ് AGM നടന്നിരിക്കുന്നു. ഇതിൽ വന്നിട്ട് ജിയോ IPO വരാൻ പോണതായിട്ട് പറഞ്ഞിരിക്കുന്നു. DRHB വന്നിട്ട് ബോർഡ് ഓക്കെ പറഞ്ഞിരിക്കുന്നു. റെൻഡറിംഗ് പ്രോസ്പെക്ട്സിൽ വന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞിരിക്കുന്ന എല്ലാം പെർഫെക്റ്റ് എന്ന് പറയുന്നു. $1 തരാൻ റെഡി ആയിരിക്കുന്നു. പക്ഷെ വിൽക്കാൻ പോകുന്നതൊക്കെ ഫേസ്ബുക്ക്, മെറ്റ, ഗൂഗിൾ അതൊക്കെ റിജക്റ്റ് ചെയ്യും. അവർ എക്സിറ്റ് ചെയ്യാൻ പോകുന്നു. നിന്റെ മ്യൂച്വൽ ഫണ്ടിനെ വാങ്ങും. സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ ഓഫ് വെൽത്ത്. ദൈസോറിട്ടാണ് ചോദിക്കുന്നതിന് മുമ്പേ ഉത്തരം പറഞ്ഞു സർ. സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ ഓഫ് വെൽത്ത്. ഗൂഗിൾ, ഫേസ്ബുക്ക് എക്സിറ്റ്. ഡൊമസ്റ്റിക് ഇൻവെസ്റ്റർ എൻട്രി. അവർക്ക് വെളിയിൽ പോകാൻ ഡോളർ റെഡി. ഇന്നൊരു കാര്യം ഞാൻ പറയുന്നു. ഈ ഗുജറാത്തിൽ ചെന്ന് ജിയോ ലൈൻ ഓൺ ചെയ്ത് നോക്ക് എത്ര പേരെടുത്തിരിക്കുന്നെന്ന്. ഹോം മാർക്കറ്റിൽ പോലും അവരില്ല. അത് ഞാനും അറിഞ്ഞായിരുന്നു സർ. അതിന്റെ ശേഷമല്ല മറ്റേ മാർക്കറ്റ്. വാട്സപ്പ് കോളിൽ വന്നു ജിയോ നെറ്റ്വർക്കേ ശരിയില്ല എന്ന് പറഞ്ഞു. അതിനെ വിട്. ഇന്നൊരു കാര്യം, ആ എന്ന് പറഞ്ഞ് 100 എടുത്തു.
ജിയോ ഹോട്ട്സ്റ്റാറിന് എടുത്തതിന് ശേഷം എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നു, ഇതൊക്കെ വാർണിംഗ് ഫൈനാണ്. ICC ടൂർണമെന്റ് ക്രിക്കറ്റിന് ഞാൻ സ്പോൺസർ ചെയ്യൂല എന്ന് പറഞ്ഞു. ഇത് ട്രഡീഷണൽ ആയിട്ട് ഹോട്ട്സ്പോട്ടിൻ്റെതാണ്. അടുത്തത് അവർ എന്ത് പറഞ്ഞു എന്നാൽ തമിഴ്നാട് പ്രീമിയം ലീഗിൽ ഇവന്ന് ചെയ്യൂല എന്ന് പറഞ്ഞു. 40 ദിവസത്തിന് ശേഷം 20 ദിവസം തന്നെ ആയി. ഫിഫ ഫുട്ബോൾ വേൾഡ് കപ്പ് കാണിക്കത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്ത്, നോട്ട് ഏബിൾ ടു ഡു ഇറ്റ് പ്രോഫിറ്റബിളി. ഇതിനെ സോണി എൻ്റർ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. സോണി എൻ്റർപ്രൈസസ്. സോ നിൻ്റെ പ്രോബ്ലം ഇവിടെ നിന്ന് എന്ന് എക്സ്പോസ് ആയിരിക്കുന്നു. സ്വന്തം സ്ഥലത്തിലും നിൻ്റെ ലൈൻ ശരിയല്ല. ഇതിനെ വെച്ചുകൊണ്ട് എന്ത് ചെയ്യാനാ? സിമ്പിളാ പറയുന്നു സർ. ഇത് എന്നെ 49ാമത് വയസ്സ് സർ. 50ാമത് വയസ്സിൽ എന്തെങ്കിലും ഒരു വലിയ അനൗൺസ്മെന്റ് വരും എന്ന് വിചാരിച്ചു. അപ്പൊ നോക്കിയാ അടുത്ത വർഷം ഒന്നും ഇരിക്കൂലമല്ലേ സർ തോന്നുന്നു. ഇല്ലേ, ഒന്ന് സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്നല്ലേ. മാനേ വന്ന് സ്റ്റാർലിംഗ് പോലെ നാണേ വന്ന് എല്ലാ സ്ഥലത്തും ലോഞ്ച് ചെയ്ത് സാറ്റലൈറ്റിൽ നിന്ന്. അതായത് സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പം കോമ്പറ്റീഷൻ ഇടാൻ പറ്റുമോ സർ? അതെന്താ ഞാൻ വിചാരിച്ച് പോട്ട് ഇടാമെന്ന്. നിനക്കെന്താ? വലിയച്ഛനിരിക്കുന്നു, വിഷമിക്കാതെ ഞാൻ ഇരിക്കുന്നു എന്ന് പറയുന്നു. ഉമ്മാ നീ വിഷമിച്ചോണ്ടിരിക്കുന്നു. വലിയച്ഛനെ ഇരിക്കുന്നു, നോക്കും പേടിയില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആ സ്റ്റോക്കിനെ ഗവനിക്കാമല്ലേ സർ? അതായത് 5 ഇയർ ലോയിൽ ഇരിക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ ചിന്തിക്കൂല. ഇപ്പോ കുറച്ച് ദിവസത്തിന് മുമ്പ് റിലയൻസ് കൺസിഡർ ചെയ്യാമെന്ന് ചോദിച്ചതിന്റെ കാരണം എങ്കിലും ഒരു ഗ്രോത്ത് ഡെവലപ്മെന്റ് ഇരിക്കുമെന്ന്. അപ്പൊ നോക്കിയാൽ അടി വാങ്ങിയിരിക്കുന്നു. ഞാൻ വീഴും. ഓക്കെ, അപ്പോൾ ഈ IT കമ്പനീസ് ഒക്കെ വീഴുന്നിരിക്കുന്നത് നോക്കുവാണെങ്കിൽ, അതായത് ഇന്ന് വെള്ളിയാഴ്ച അതാണ് നോക്കുമ്പോൾ ഇൻഫോസിസ് ഒക്കെ നോക്കുവാണെങ്കിൽ 8% വിളിന്നിരിക്കുന്നു സർ. അതും ഒരേ ദിവസത്തിൽ. TCS 5% വിളിന്നിരിക്കുന്നു. ഇതൊക്കെ ഗോൾഡ് കമ്പനി, ഇതൊക്കെ 1-2 എന്ന് എടുക്കാം. ഡിവിഡൻഡ് തന്നെ ഇതിൻ്റെ ഒരു കാലത്തിൽ ഇത് നല്ല കൂടുതൽ തരും. ക്ലീനാ പറഞ്ഞിരിക്കുന്നുണ്ട്. ആൾക്കാരെ കുറച്ചുകൊണ്ട് ഏജന്റിനെ കയറ്റും. ഏജന്റിന് ഒരു ബില്ലിടും, ആളിനും ഒരു ബില്ലിടും തനിയായിട്ട്. ഏജന്റ് എന്ന് പറയുമ്പോൾ AI ഏജന്റ് ആണ്. അതെ സർ. ഓ സർ, ഇതുപോലെ ഒരു 4-5 ഗോൾഡൻ കമ്പനീസ് പറയാമോ? TCS, ഇൻഫോസിസ്, വിപ്രോ, HCL ഇരിക്കട്ടെന്ന് പറഞ്ഞ് ടെക് മഹേന്ദ്രയും കൂടെ അത്രയും തന്നെ. ടെക് മഹേന്ദ്രയും സർ ഇപ്പൊ ഗോൾഡൻ കമ്പനി ലിസ്റ്റ് ചേർക്കുന്നല്ലേ? വളരെ ഇൻട്രസ്റ്റോടെ കേൾക്കുന്ന കാരണം പറയുന്നു. അബ്രോഡിൽ സർ? അബ്രോഡിൽ ഇതൊക്കെ തുടരുത്. അബ്രോഡിൽ വന്ന് നമ്മളെ മൈക്രോസോഫ്റ്റ് ഇത്രയും ചീപ്പായിരിക്കണം. അത് ഇപ്പൊ ഞാൻ ചെക്ക് ചെയ്തില്ല. മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ ഈ വിലയ്ക്ക് കുറവായിട്ട് കിട്ടൂല. മനസ്സിൽ സ്ഥിരപ്പെടുത്തിക്കൊണ്ട് ഗൂഗിള് ബെറ്റർ. നിങ്ങൾ സേഫായിട്ട് വാറൻ ബഫറ്റിൻ്റെ സ്റ്റോക്കിനെ വാങ്ങുവാണെങ്കിൽ ഗൂഗിളിലും ഒരു പൊസിഷൻ ഉണ്ടായിരിക്കും. സോ ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, അമേസോൺ താഴെ ഇറങ്ങുവാണെങ്കിൽ പിന്നെ അമേസോണും കൂടെ ഇതുപോലത്തെ സ്റ്റോക്കിനെ നിങ്ങൾ എടുക്കാം. ഓക്കെ സാർ, ഇതെല്ലാത്തിനും ഇപ്പോൾ കൂടെ നിങ്ങൾ ഹോക്കി ടൈം വന്നില്ല എന്ന് പറയുന്ന കാരണം എന്താണ് സർ? എന്തെന്ന് വെച്ചാൽ ഇന്നും ഇറങ്ങാമല്ലേ. എന്ത് കാരണം കൊണ്ടാണ് ഇത് ഇറങ്ങുമെന്ന് സർ? കാരണം നമ്മുടെ ഗവൺമെന്റ് ഒരു റെമീഡിയൽ സ്റ്റെപ്പും എടുത്തില്ലല്ലോ. വെളിനാട്ടിന് കാശ് ചെന്നുകൊണ്ടല്ലേ ഇരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. കൊച്ചുങ്ങളുടെ ഫിനാൻഷ്യൽ ലിറ്ററസി ബുക്ക് മണി ഫോർ നത്തിങ് എന്ന ഒരു 2ാമത് പാർട്ട്. ചെക്ക് എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ഈ ഡെപ്പോസിറ്റ് ബില്ലൊക്കെ എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ആശയം എങ്ങനെയാണ് എവോൾവ് ആയി വന്നു, ബാർട്ടറിലിരുന്ന് ഡിമോണിറ്ററൈസേഷൻ വരെയുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട് ഇതിൽ. ഇത് 10 മുതൽ 12 വയസ്സ് വരെയുള്ള കൊച്ചുങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടിരിക്കും. ഈ ബുക്കിന് ഇപ്പോൾ ഒരു സ്പെഷ്യൽ പ്രൈസിൽ 450 രൂപയ്ക്കാളെ കൊടുക്കും. നിങ്ങൾ ഇതിന് യൂസ് ചെയ്യാം. honeypage.com വെബ്സൈറ്റിനെ സബ്സ്ക്രൈബ് ചെയ്യാം. ഒരാഴ്ചയ്ക്ക് 4 പ്രീമിയം ആർട്ടിക്കിളും ഈ ആർട്ടിക്കിൾസ് ഒരു 10-15 ഇടുന്നു. ഇത് സബ്സ്ക്രിപ്ഷൻ മൂലം നിങ്ങൾ ഇതിനെ ഉപയോഗിക്കാം. ഒരു മാസത്തിന് വെറും 99 രൂപ മാത്രമാണ്. ഞാൻ പറയുന്ന കോൺസെപ്റ്റ്സിനൊക്കെ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്കാണ് ഇതിൽ ഇടുന്നത്. ഇത് നിങ്ങൾ വായിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനം ഉണ്ടാകും. നന്ദി, നമസ്കാരം. അപ്പോൾ ചിമ്മയ്ക്ക് വേണ്ടി ഒരു പുസ്തകം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ സക്സസ്ഫുൾ ആയിട്ടും പോയി. ആർക്കെങ്കിലും ആ പുസ്തകം ആവശ്യമുണ്ടെങ്കിൽ ഈ ടീമിനെ എനിക്ക് കോൺടാക്ട് ചെയ്യാം. താഴെ ഇരിക്കുന്ന നമ്പർ എന്നെ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കോൺടാക്ട് ചെയ്യാം. ഇത് മൂലം ആ പുസ്തകം നിങ്ങൾക്ക് വാങ്ങാം. മറ്റ് പുസ്തകങ്ങളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വാട്സപ്പ് മൂലം നിങ്ങൾക്ക് വാങ്ങാം, അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉപയോഗിച്ചും നിങ്ങൾക്ക് വാങ്ങാം. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.